ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി 2 നമുക്കറിയാം. LP UP എക്സാം എഴുതാൻ വേണ്ടി, UP എക്സാം എഴുതുന്നതിന് വേണ്ടിയും നിലവിൽ നമ്മൾ ഏതൊരു സ്കൂളിൽ ചെന്നാലും നമ്മളോട് ചോദിക്കുന്നത് ടെറ്റ് ക്രൈറ്റീരിയ ഏതാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെന്നാണ് ചോദിക്കുക, അല്ലെ? നമ്മളപ്പോൾ അധ്യാപകനാണെങ്കിൽ, ഞാനൊരു BEd പാസ്സായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്താവശ്യമാണ്? കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി 2 ഞാൻ പാസ്സായിരിക്കണം, അല്ലെ? അപ്പൊ എനിക്ക് ഡിഗ്രി പ്ലസ് BEd ഉള്ള ആളാണെങ്കിലും അഥവാ PG പ്ലസ് BEd ഉള്ള വ്യക്തിയാണെങ്കിലും, ഇനി ഡിഗ്രി പ്ലസ് DLEd ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് കാറ്റഗറി 2 എഴുതാനായി സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കാറ്റഗറി 2 എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏത് എക്സാം ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലും അധ്യാപക മാനദണ്ഡ പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നമ്മൾ K2 പാസ്സാകുകയാണെങ്കിൽ K1 നമുക്ക് നിർബന്ധമില്ല, K2 മതിയാകും. ഓക്കെ, പക്ഷേ K1 K2 ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, അത് വേറൊരു വശം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സൈലത്തിൽ വരുന്ന ഏപ്രിൽ 7-ാം തീയതി 1999 രൂപയ്ക്ക് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് 1999 നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നമ്മൾ വീണ്ടും ഒരു കേട്ടറ്റ് തുടങ്ങുകയാണ്. കാരണം കഴിഞ്ഞ കേട്ടറ്റ്, ലാസ്റ്റ് കേട്ടറ്റ് നമ്മൾ നടത്തിയത് നവംബർ 7-ന് തുടങ്ങി. നമ്മളുടെ എക്സാം എന്നായിരുന്നു ഡിസംബർ 29-നാണ്. നിങ്ങൾക്കറിയാം, വളരെ ഷോർട്ട് ടൈം ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ നമ്മളുടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് K1-ഉം K2-ഉം 2 ക്രൈറ്റീരിയ ഒരേ സമയം പാസ്സാവാൻ പറ്റി. ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അധ്യാപക വിദ്യാർത്ഥികളെ ഒരേ സമയം തന്നെ 2 ക്രൈറ്റീരിയയും ഒരുപോലെ നേടിയെടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് വെറും 1 മാസവും 21 ദിവസവും കൊണ്ട് നമ്മുടെ കുട്ടികൾ നേടി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഭയങ്കര സന്തോഷകരവും ഭയങ്കര അഭിമാനകരവുമായ ഒരു സംഭവമാണ്, അല്ലെ? അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, നമ്മൾ വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമും ഏപ്രിൽ 7-ാം തീയതി തുടങ്ങുമ്പോൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നൽകുന്നത് എന്നല്ലേ? എക്സ്പേർട്ട് അധ്യാപകരായിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് എത്തുക. നമുക്ക് ഓൾറെഡി അറിയാം, സൈലം ഗുരുവിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ സൈലത്തിലുള്ളത്. അവരെല്ലാം ആയിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യുക. ഞാൻ പറയാം, ഓരോ സബ്ജക്റ്റ് അധ്യാപകരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കൂടാതെ നമുക്ക് റിവിഷൻ എക്സാംസ്, അതിനു മുമ്പ് ക്ലാസ്സിനെ കുറിച്ച് പറയണ്ടേ? റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് തരും. കൂടാതെ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു റിവിഷൻ ടെസ്റ്റ് നടത്തണ്ടേ? അപ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് എന്തുണ്ടാവാം? റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവാം. ഈ റിവിഷൻ ടെസ്റ്റ് നടത്തിയാൽ മാത്രം മതിയോ? പോരാ, അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വേണം, അതാത് അധ്യാപകരുമായി വേണ്ടേ? അങ്ങനെ അതത് അധ്യാപകരുമായി ഒരു ഡിസ്കഷൻ ക്ലാസ്സുകൾ എല്ലാ വീക്കെൻഡിലും ഉണ്ടായിരിക്കും. കൂടാതെ മോഡൽ എക്സാം ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതിലുപരി 1-to-1 മെന്റർഷിപ്പ് തീർച്ചയായും നമ്മൾക്ക് കിട്ടും. കാരണം നമുക്ക് എപ്പോഴും പുറകിൽ നിന്നൊരു മോട്ടീവ് കിട്ടുന്നത് പഠനത്തിലേക്ക് നമ്മളെ എപ്പോഴും നയിക്കും. എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ സ്വയം പഠിക്കണം എന്ന് പറയുന്നതിലുപരി നമ്മുടെ മെന്റർ വന്ന് നിങ്ങൾ പഠിക്കൂട്ടോ, എല്ലാ ദിവസവും രാവിലെ നമ്മളോട് പറയാണ്, നിങ്ങൾ ഇന്നതങ്ങ് പഠിച്ചോളൂ കേട്ടോ, ഇന്ന ക്ലാസ്സുകളാണ് ഉള്ളത് കേട്ടോ, റിവിഷൻ ഇന്ന കാര്യങ്ങൾ വരും കേട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് മെൻഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാൻ ഒരു ഉത്തേജനമാണ്, ശരിയല്ലേ? അപ്പൊ ഇവിടെ മെന്റർ സപ്പോർട്ട് തീർച്ചയായിട്ടും 1-to-1 മെന്റർഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 150 മാർക്ക് ടെറ്റ് 1-ഉം ടെറ്റ് 3-യും പോലെ 150 മാർക്കിനാണ് ടെറ്റ് 2-ഉം വരിക. ഇതിൽ ഏതൊക്കെ വിഷയമെന്ന് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടട്ടെ. അതിൽ പരിചയപ്പെടുത്താം. 1 സൈക്കോളജിയാണ്, ചൈൽഡ് സൈക്കോളജിയാണ് 30 മാർക്കിന്. 2 ലാംഗ്വേജ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് എടുത്ത് BEd കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഈ കേട്ടിട്ട് 2 എഴുതുമ്പോൾ ഒന്നുകിൽ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ സയൻസോ തിരഞ്ഞെടുത്ത് പഠിക്കാം.
ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളും പ്ലസ് അതിന്റെ പെഡഗോജിയുമായി 60 മാർക്കിനാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇനി സയൻസ് എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി, ബോട്ടണി അതും അതോടൊപ്പം തന്നെ അതിന്റെ പെഡഗോജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 60 മാർക്കിനായിരിക്കാം വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അത് പഠിച്ചാൽ മാത്രം മതിയാവും. സോഷ്യൽ സയൻസിനോടാണ് ആർട്സുകാർക്ക് പൊതുവെ സോഷ്യലിനോട് താല്പര്യം, അപ്പോൾ അവർക്ക് അതെടുത്താൽ മതി. എന്നാൽ BSc-കാർക്കെല്ലാം എന്താണ് സയൻസ് സബ്ജക്റ്റുകളോടായിരിക്കും താല്പര്യം, അപ്പോൾ നിങ്ങൾ സയൻസ് എടുത്ത് മുന്നോട്ട് പഠിച്ചു പോയാൽ മാത്രം മതിയാവും. അപ്പൊ ഞാൻ അധ്യാപകരെ ഒന്ന് പരിചയപ്പെടുത്താം. ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തു തരിക. ഇനി നമുക്ക് വരുന്ന ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്. ലാംഗ്വേജ് സബ്ജക്ട്സ് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് എന്നുള്ള വിഷയം നിസാം മാഷായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ മലയാളം എടുക്കുമ്പോൾ നമുക്ക് ഗുർവി എന്നൊരു പദം വിട്ട് വേറൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഗുർവി തന്നെയായിരിക്കാം മലയാളത്തിനും നിങ്ങളെ ലീഡ് ചെയ്യുക. ഇനി നമ്മൾക്ക് സോഷ്യൽ സയൻസ് ഭാഗത്തിലേക്ക് പോകുകയാണെങ്കിൽ അനന്തു സാർ ഉണ്ടാവാം, പ്രശാന്ത് സാർ ഉണ്ട്, ശരത് സാർ ഉണ്ട്, അങ്ങനെ നമുക്ക് ഫസ്ന മിസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് നീണ്ടു പോവുകയാണ് സോഷ്യൽ സയൻസിന്റെ അധ്യാപകരുടെ നിര. അങ്ങനെയാണെങ്കിൽ സയൻസ് എടുത്തു നോക്കുമ്പോഴോ മുട്ടാനായി നിൽക്കുന്നു വിദ്യ ടീച്ചർ, ജംഷീന മിസ്, അതോടൊപ്പം തന്നെ ശ്രുതി ടീച്ചർ, ഇങ്ങനെ നമ്മുടെ ആ ഒരു മാത്സ് എടുക്കാൻ സീന ടീച്ചർ, അരുൺ രാജ് സാർ, അങ്ങനെ അവരുടെ ഒരു നിരയും നീണ്ടു പോവുകയാണ്. നമുക്കറിയാം എല്ലാ അധ്യാപകരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ് അവരുടെ ക്ലാസ്സുകൾ അല്ലെ. അപ്പോൾ വരുന്ന ഏപ്രിൽ 7-ാം തീയതി മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഞാൻ മുമ്പൊരു കണക്ക് പറഞ്ഞു, 1 മാസവും 21 ദിവസവും. നിലവിൽ കേട്ടിട്ട് വിളിച്ചിട്ടില്ല. ഏപ്രിൽ 7-ാം തീയതി സൈലോട്ട് ആരംഭിക്കുകയുമാണ്. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? എക്സ്പെർട്ട് അധ്യാപകരുടെ കൂടെ ക്വാളിറ്റി മെറ്റീരിയൽസ് നൽകി ക്വാളിറ്റി ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് അതോടൊപ്പം ലൈവ് സെഷൻസ് നടത്തി നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ നടത്തി വെറും 1999 രൂപയ്ക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സൈലം അവതരിപ്പിക്കുകയാണ് മക്കളെ. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഈ ക്രൈറ്റീരിയൻ എക്സാം ആവട്ടെ, അപ്പോൾ ഈ ക്രൈറ്റീരിയൻ എക്സാം എഴുതാം എന്ന് വിചാരിക്കരുത്. വരാൻ പോകുന്ന എക്സാമിന് മുമ്പേ ഇത് ലൈഫ് ലോങ് ആണ്. എടുത്തു വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ അലമാരിയിൽ ഇരിക്കും ഇല്ലേ. അടുത്ത എക്സാം വരുമ്പോൾ നമുക്ക് ഓടിപ്പോയി അപ്ലൈ ചെയ്താൽ മതി. അന്നേരത്തേനും പഠിക്കേണ്ട. ഈ ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കേട്ടിട്ട് നേടിത്തരാം. അപ്പം ധൈര്യമായി ചേർന്നോളൂ. ധൈര്യമായി നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാം. നല്ല രീതിയിൽ പഠിച്ചു പോകാം. സിലബസിനെ ഫുള്ളായി കവർ ചെയ്ത് തന്ന് റിവിഷൻ എക്സാം എഴുതി ടെസ്റ്റ് സീരീസിലൂടെ കടന്നുപോയി നമുക്ക് വരുന്ന കേട്ടിട്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഒന്നിച്ച് തന്നെ പഠിച്ചു പോകാം. സന്തോഷമായിട്ടിരിക്കുക, ജോയിൻ ചെയ്യുക, പഠിച്ചു മുന്നേറുക. എന്നാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? വരുന്ന ഏപ്രിൽ 7-ാം തീയതിയാണ്. മറക്കണ്ട, ജോയിൻ ചെയ്യുക, പഠിച്ചു മുന്നേറുക. താങ്ക് യു ഡിയേഴ്സ്.